ചേട്ടൻ അതായത് ഡബിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോൾ സ്വന്തം നമ്മൾ ചെയ്യുന്നു അത് ഓക്കെ, പക്ഷെ അച്ഛന് വേണ്ടിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് അല്ലേ? അച്ഛന് വേണ്ടി 2 സിനിമയില്, 1.5 സിനിമയിൽ ശരിക്കും. അതായത് അശ്വാരൂഢന്റെ പകുതി അച്ഛൻ്റെ ഒരു സസ്പെൻസ് ക്യാരക്ടറായിരുന്നു അതിനകത്ത്. സായി ചേട്ടൻ്റെ അച്ഛനായിട്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ചെറുപ്പകാലം ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഫ്ലാഷ് ബാക്ക് കട്ട്സിൽ അത് അച്ഛൻ തന്നെ ഡബ് ചെയ്തു. പിന്നെ ഒരു തീപിടുത്തം ഉണ്ടായി, അവിടുന്ന് അച്ഛൻ മരിച്ചു എന്നെല്ലാവരും വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഒരു ക്യാരക്ടർ ഒരു സിൽവറ്റിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആരാന്ന് മനസ്സിലാവുന്നില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ, സായി ചേട്ടനോട് സംസാരിക്കുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ, പൊള്ളലേറ്റിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അച്ഛൻ തന്നെയാണ്, പക്ഷെ അച്ഛനാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ പാടില്ല. അതിന് സായി ചേട്ടൻ്റെ കണക്ഷൻ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ റിവെഞ്ചും പരിപാടികളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ജയരാജ് സാർ പറഞ്ഞു, പൊള്ളലേറ്റ ആളുടെ ശബ്ദം മാറുന്നതിനൊരു ലോജിക്കില്ലായ്മയുണ്ട്. ശബ്ദം ഒരു ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവാമെന്നല്ലാതെ ഒരു പൂർണ്ണമായിട്ടും വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ചായയുള്ള എന്നാൽ അച്ഛനാണെന്ന് മനസ്സിലാവാത്തൊരു ശബ്ദം വേണം. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഡബ് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഡബ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞു, അപ്പോൾ സാറിൻ്റെ ബൈ ദ പീപ്പിൾ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സാറ് പറഞ്ഞു, ഇത് ശ്രീത്ത് ചെയ്യുന്നപ്പോൾ അച്ഛൻ തന്നെ ചെയ്തു, രണ്ടും ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ എന്നിട്ട് മാറ്റിയിട്ട് അപ്പോൾ 80 വയസ്സായിട്ടുള്ള ക്യാരക്ടറിനാണ് ഞാൻ ഡബ് ചെയ്തത്. അപ്പോൾ കുറച്ച് ഹസ്കിയൊക്കെ കുറച്ച് റഫാക്കി സമയമെടുത്ത് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ 40 വയസ്സിൻ്റെ അച്ഛനും ചെയ്തു, 80 വയസ്സിനെ ഞാനും ചെയ്തു. അങ്ങനെയാണ് ഡബ് ചെയ്തത്. അത് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അച്ഛൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. പ്രാഞ്ചേട്ടൻ സൈൻ്റെ ഡബ്ബിങ് നടക്കുമ്പോൾ അച്ഛൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ രഞ്ജിത്തേട്ടൻ എനിക്ക് തോന്നുന്നു ഇതാരോ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇത് ശ്രീജിത്ത് എന്ന് ചെയ്തോ. അച്ഛൻ ആ സമയത്ത് ആഫ്രിക്കയിലായിരുന്നു, എൻ്റെ ബ്രദർ ആഫ്രിക്കയിലാണ്, ബോട്സ്വാനയിലാണ്. പെട്ടെന്ന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പടം മുഴുവൻ ഞാൻ ഡബ് ചെയ്തു. അപ്പോൾ പ്രാഞ്ചേട്ടൻ ഫുൾ ഞാനാണ് ഡബ് ചെയ്തത്. അത് പല ആൾക്കാർക്കും അറിയില്ല. അതെ, അതായത് ആ ക്യാരക്ടർ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അത് അദ്ദേഹത്തിന്റെ സൗണ്ട് അല്ല എന്നുള്ള രീതിയിൽ ഇത് അറിഞ്ഞിട്ട് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം തോന്നും. എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആ സിനിമയിൽ പറഞ്ഞ ഡയലോഗ്? എന്തെങ്കിലും നമുക്കിപ്പോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ? ഡയലോഗ് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഇപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാം. പുതുപ്പേട്ടൻ നിന്റെ അടുത്ത് മാത്രമേ ഇറക്കാറുള്ളൂ, അത് പറ്റാണ്ടാവുമ്പോ പുതുപ്പേട്ടൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും, ഇറക്കലിനല്ല എൻ്റെ ലൈഫിന്.